ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. സാബുവിന്റെ നമ്പർ നല്ല ഒന്നാം തരമായിട്ട് ഏഷ്യ കേട്ടോ. ആ ഒരു പ്രാങ്ക് നോറയ്ക്ക് മാത്രമായിട്ട് കൊടുത്ത പണിയാണ്. പക്ഷെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായി ഗാർഡൻ ഏരിയ വെച്ചിട്ട്. പവറും ടണലും തമ്മിൽ മുട്ടനടിയും ബഹളമായിരുന്നു ഗാർഡൻ ഏരിയ വെച്ചിട്ട് കുറച്ചു നേരം മുമ്പ്. അപ്സരയും ശരണ്യയും ഋഷിയും എല്ലാരും കൂടെ വൻ അടിയായിരുന്നു. ഋഷിയെ ഭഞ്ഞിക്കിടുന്ന കാഴ്ചയായിരുന്നു. ഋഷിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് അപ്സര പറയുന്നു. എന്റെ പ്രൊഫഷണൽ കയറി ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അറിയാലോ. ഋഷിയുടെ നിലവിട്ട ദേഷ്യവും കലിപ്പും ഒക്കെ ആയിരുന്നു. പുള്ളി മറ്റേ വികാര വിക്ഷോഭം എന്ന് പറയുന്ന ഒരു സാധനമൊക്കെയാണ് ഋഷിയുടെ. ഋഷി ഒരു എന്താ പറയാ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്ന ഒരാളൊന്നും അല്ല. ഇമോഷണൽ ആണ്, ഭയങ്കര ഇമോഷണൽ ഫൂൾ. നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഇമോഷണൽ ഫൂൾ. അങ്ങനെ ആകെ മൊത്തം പവറും ടണലും തമ്മിൽ കൂട്ടത്തല്ലാവുന്നുണ്ട്. അതിൽ ഋഷിയുടെ ഒരു ഷോ ഉണ്ടാകുന്നുണ്ട്. ഒടുക്കത്തെ ബഹളമാകുന്നുണ്ട് രണ്ട് ടീമുകൾ തമ്മിൽ. ടണൽ ടീം സാബുവിനെ ഇറിറ്റേറ്റ് ചെയ്ത് കോയിൻ ഉണ്ടാക്കി ഫസ്റ്റ് റൗണ്ട് ജയിക്കാമെന്ന് ഓർത്തപ്പോ സൈലന്റ് ആയിട്ട് സാബുവിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ ടാസ്കിന്റെ ആദ്യത്തെ റൗണ്ട് ജയിച്ചത് ജിൻഡോയാണ്. സിംഗിൾ ഹാൻഡഡ്ലി പുള്ളി ഒറ്റയ്ക്ക് എഫേർട്ട് എടുത്താണ് 110 പോയിന്റുകൾ ഉണ്ടാക്കിയത്. 10 പോയിന്റുകൾ പിന്നിലാണ് ബാക്കി രണ്ട് ടീമുകളും. വേറുള്ളവർ ഇരുന്നും കിടന്നും നിന്നും ഒക്കെ മുക്കിയിട്ടും ജിൻഡോയെ വട്ടം വെക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് ഋഷിയുടെ ഒക്കെ കയ്യിൽ നിന്ന് പോയി സാബുവിനെ തെറി വിളിക്കുന്നുണ്ട്. ഒരു ഹോട്ടലിന്റെ HR ആണെന്ന് ഓർക്കണം, ഗസ്റ്റിനെ തെറി വിളിക്കുകയാണ്. അവിടെയൊക്കെ കളി മനസ്സിലാക്കി പെർഫോം ചെയ്തത് ജിൻഡോ മാത്രമാണ്. സാബുവിന് വേണ്ടി ബിഗ് ബോസിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാൻ പോലും ജിൻഡോ മടിച്ചില്ല. കാരണം ഒരു ഹോട്ടലിലെ എംപ്ലോയി എന്ന് പറയുമ്പോൾ ആ രീതിയിലാണ് നിൽക്കേണ്ടത്. അപ്പൊ അതൊക്കെ സാബുവിന്റെ മനസ്സലിയിപ്പിച്ച കുറച്ച് പോയിന്റുകളാണ്. അതൊക്കെ ഓരോ പൊടിവിദ്യകളാണ് ജിൻഡോടെ. അപ്പം ജിൻഡോടൊപ്പം ഉണ്ടായിരുന്ന അർജുനും ശ്രീതുവും അവര് പൊതുവെ സൈലന്റ് ആയിരുന്നുവെങ്കിലും സാബുവിന്റെ കാര്യങ്ങൾ നല്ലപോലെ അവർ നോക്കുന്നത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അങ്ങനെ ആ രീതിയിലാണ് അർജുനും ശ്രീതും ഒക്കെ സ്കോർ ചെയ്തത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഗസ്റ്റിനെ ഇറിറ്റേറ്റ് ചെയ്ത് എന്റർടൈൻമെന്റ് ആണെന്ന് പറഞ്ഞ് വെറുപ്പിച്ചിട്ട് ടണൽ ടീം ഈ ഒരു റൗണ്ട് ജയിച്ചില്ല. അവരുടെ അഴിഞ്ഞാട്ടം കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഇവർക്ക് കൂടുതൽ പോയിന്റുകൾ കിട്ടിക്കാണും. ഒരിക്കലും ഇല്ല. അവർ 10 പോയിന്റ് പിന്നിലാണ്. 100 പോയിന്റുകളാണ് അവർക്ക് കിട്ടിയത്. നെസ്റ്റിനെ ആണെങ്കിൽ സീനി പോലും മഷി ഇട്ടിട്ട് കാണാനില്ല. അവർക്ക് ലാസ്റ്റ് പോയി സാബു 100 പോയിന്റ് ധർമ്മക്കാർക്ക് കൊടുക്കുന്ന പോലെ പിച്ചയായിട്ട് കൊടുക്കുന്നുണ്ട് സഹതാപമായിട്ട്. അവിടെയും ജിൻഡോ എന്ന മനുഷ്യൻ, പുള്ളി എന്തൊരു മനുഷ്യനാണ്. നല്ലൊരു ടീമിന്റെ ഒപ്പം കൂടി നിന്ന് കളിച്ചാൽ ഏതൊരു ടാസ്കും പുള്ളി ജയിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെയും ഈ ഒരു ടാസ്കിലെ പുള്ളിയുടെ വിജയം. അപ്പം അതെന്തായാലും പൊളിച്ചടുക്കി. അപ്പൊ ഈ ഒരു ടാസ്ക് ഇന്നത്തെ ദിവസത്തെ പരിപാടി അവസാനിച്ചു. ഇനി നാളെ ഉള്ളൂ എന്ന് തോന്നുന്നു. നാളെ എന്തെങ്കിലും ട്വിസ്റ്റ് ഒക്കെ കാണും എന്നാണ് തോന്നുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.